നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ചരിത്രവിധി ഉണ്ടായത്. എന്നാൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിന് കാരണമായ SDPI സംസ്ഥാന സെക്രട്ടറി മണ്ണഞ്ചേരി സ്വദേശി KS ഷാനെ വെട്ടിക്കൊന്ന കേസിൽ വർഷം 2 കഴിഞ്ഞിട്ടും വിചാരണയായില്ല. രഞ്ജിത്ത് വധക്കേസിൽ കുറ്റവാളികൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ഷാൻ വധക്കേസിൽ പ്രതികൾ ജാമ്യത്തിൽ പുറത്താണ്. രഞ്ജിത്ത് വധക്കേസിൽ വിധി വരുമ്പോൾ താങ്കൾക്ക് നീതി എവിടെയെന്ന് ചോദിക്കുകയാണ് കൊല്ലപ്പെട്ട SDPI സംസ്ഥാന സെക്രട്ടറി VS ഷാനിന്റെ കുടുംബം. ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. ഷാൻ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജിത്തും കൊല്ലപ്പെടില്ലായിരുന്നു. 2 കുടുംബങ്ങൾക്കും സമാന നഷ്ടങ്ങളാണ് ഉണ്ടായതെന്നും നീതി ലഭിക്കും വരെ പോരാടുമെന്നും ഷാനിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരുടെ പിന്മാറ്റത്തിന് പിന്നാലെ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപിക്കുന്നു. ഷാനിന്റെ കൊല നടന്ന് 82 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകിയിട്ടും കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. 2021 ഡിസംബർ 18 രാത്രിയാണ് SDPI നേതാവ് ഷാൻ കൊല്ലപ്പെടുന്നത്. 19 രാവിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെട്ടു. ഈ 2 കേസുകളിലും അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയെങ്കിലും ആദ്യ സംഭവമായ ഷാൻ കൊലക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചിട്ടും 2 വർഷം പിന്നിട്ടു. കേസ് നടത്തിപ്പിൽ വ്യാപക പരാതി ഉയർന്നതോടെയാണ് ഏതാനും ദിവസം മുമ്പ് തൃശൂർ സ്വദേശിയും പ്രമുഖ അഭിഭാഷകനുമായ PP ഹാരിസിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഷാൻ വധക്കേസിൽ 11 BJP RSS പ്രവർത്തകരായ മണ്ണഞ്ചേരി സ്വദേശി രാജേന്ദ്ര പ്രസാദ്, വിഷ്ണു, കാട്ടൂർ സ്വദേശി അഭിമന്യു, പൊന്നാട സ്വദേശി സനന്ദ്, ആര്യാട് വടക്ക് സ്വദേശി അതുൽ, കോമളപുരം സ്വദേശി ധനീഷ്, മണ്ണാഞ്ചേരി സ്വദേശി ശ്രീരാജ്, പൊന്നാട സ്വദേശി പ്രണവ്, കൊല്ലം ക്ലാപ്പന സ്വദേശി ശ്രീനാഥ്, മുരുകേഷ്, കാട്ടൂർ സ്വദേശി രതീഷ് എന്നിവരാണ് പ്രതികൾ. കുറ്റപത്രം സമർപ്പിച്ച ശേഷമാണ് ശ്രീനാഥും മുരുകേഷും അറസ്റ്റിലായത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്നതിലും വിചാരണ നടപടികളിലുണ്ടായ കാലതാമസം കാരണം പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു.